പ്രിയൻ, ഈ വഖഫ് ഭേദഗതി നിയമം സർക്കാരിൻ്റെ ഇരുസഭകളിലും പാസ്സാക്കി അത് നിയമമായി മാറി. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജികളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഇത്തരത്തിൽ മത ആചാരങ്ങൾക്കെതിരെ സർക്കാർ കടന്നു കയറുന്നത് അത് സംബന്ധിച്ചൊക്കെ ഇന്നത്തെ വാദം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമാക്കാമോ? അതായത് ബിനു, വഖഫ് നിയമത്തിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഡിസ്പ്യൂട്ടുകളുടെ മേലുള്ളതാണ് പ്രധാനപ്പെട്ട തർക്കം എന്ന് പറയുന്നത്. അതിലാണ് നിയമനിർമ്മാണം വന്നിരിക്കുന്നത്. അതായത് വഖഫിൻ്റെ സ്വത്തുക്കൾ മറ്റ് വ്യക്തികളുടേതുമായിട്ടുണ്ടാകുന്ന കോൺഫ്ലിക്റ്റിനെ തരണം ചെയ്യുക എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായി സർക്കാർ പറയുന്നത്. ഇവ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ ഈ വ്യവസ്ഥകളെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ഹർജികളാണ് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് കപിൽ സിബലാണെന്ന ഒരു വാദം തുടങ്ങിയതോടെ കപിൽ സിബലാണ് ആദ്യത്തെ വാദം ഉന്നയിച്ചിരിക്കുന്നത്. മതത്തിൻ്റെ ആചാരത്തിന് മേൽ കടന്നു കയറാനായിട്ട് സർക്കാരുകൾക്ക് അവകാശമില്ല എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 26 ആണ് അതിന് വേണ്ടിയിട്ട് എടുത്തു കാണിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 26 26-ാം അനുച്ഛേദം പറയുന്നത് മതത്തിൻ്റെ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം, സ്വത്തുക്കൾ ഉണ്ടാക്കുന്നതിനുള്ള അവകാശം, ഇത്തരത്തിലുള്ള ഒരുപാട് അവകാശങ്ങളെ പറ്റിയിട്ടാണ്. അത് സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൽ സർക്കാരിന് കടന്നു കയറാൻ അവകാശമില്ല. പക്ഷേ ഞാനിത് നോക്കിക്കാണുന്നത് സർക്കാർ ഒരു ഡിസ്പ്യൂട്ടിലാണ് ഇടപെട്ടിരിക്കുന്നത്. ഇതൊരു നിയമമാകുന്നു, പരമമായിട്ടൊരു നിയമമാകുന്നു. എങ്ങനെയാണ് നിയമമാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായ പ്രൊസീജിയറിൽ കൂടെ പാസ്സാക്കി നിയമമാക്കി മാറ്റിയതാണ്. ജനങ്ങളുടെ സഭയാണ് പാസ്സാക്കി നിയമമാക്കിയിരിക്കുന്നത്. എന്തായാലും അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരിക്കുന്നു. ആ ഡിസ്പ്യൂട്ടിനെ പരിഹരിക്കുക എന്നുള്ളതും കൂടെ ഇതിൻ്റെ അകത്ത് വരുന്നു. ഇതിനകത്ത് ഈ ജുഡീഷ്യൽ അടക്കമായിട്ടുള്ള കാര്യങ്ങൾ, ഈ വഖഫ് നിയമത്തിൻ്റെ സ്വത്തുക്കൾ സംബന്ധിച്ച കാര്യങ്ങളിലും എല്ലാം ഉള്ളപ്പോൾ അതിനകത്ത് ചില രൂപരേഖകൾ കൊണ്ടുവരാനും അതിൽ ഈ പറയുന്ന പ്രതിനിധികളെ, പുറത്തു നിന്നുള്ള പ്രതിനിധികളെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്. എന്നാൽ അത് മതകാര്യത്തിനകത്ത് ഇടപെടുന്നതല്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മതകാര്യത്തിൽ വഖഫാകുന്ന ഒരു കാര്യത്തിനകത്തും ഇടപെടുന്നില്ല. പകരം ഇതിൻ്റെ സ്വത്തുക്കളുമായി ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകളിൽ മാത്രമാണ് ഈ വ്യക്തി ഇടപെടുക എന്നുള്ള, മതകാര്യങ്ങളിലല്ല. എന്തുകൊണ്ടാണ് വഖഫിലേക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂയിലേക്ക് പോകേണ്ടി വന്നതെന്നുള്ളത് നമുക്ക് നേരനുഭവം, മുനമ്പം എന്ന് പറയുന്ന ഒറ്റ കാര്യത്തിൽ, രണ്ടാമത് പിന്നാലെ വയനാട്, ഈ രണ്ട് സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളോടുകൂടി നമുക്കറിയാവുന്നതാണ്. അതായത് വഖഫാണ്, ഈ ഒരു ഭൂമി വഖഫാണെന്ന് ഞാൻ എഴുതി വെച്ചാൽ മാത്രമല്ല, അത് ഞാൻ വാക്കാൽ പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഭൂമി വഖഫാക്കുന്നു എന്ന് വാക്കാൽ പറഞ്ഞാൽ അത് വഖഫാവുന്നു. ഇനി അതുമല്ല, മറ്റൊരാൾ പറയുകയാണ് ഇയാളുടെ ഭൂമി വഖഫാക്കി, അയാൾ വഖഫാക്കിയിരുന്നു എന്ന് പറഞ്ഞാലും രേഖയില്ലെങ്കിലും ഇത്തരത്തിൽ ഏത് പ്രോപ്പർട്ടിക്ക് മേലെ ക്ലെയിം ചെയ്യാമെന്നുള്ളത് ഇത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. കോടതിയെ സമീപിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഇല്ല. അത് വഖഫിന്റെ ട്രിബ്യൂണലുകളിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ ചെറിയ മാറ്റങ്ങളൊക്കെ ഈ നിയമത്തോടു കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ഡിസ്പ്യൂട്ടാണ് മതസ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്നു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും ഒക്കെയുള്ള ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജികൾ പോയിരിക്കുന്നതെന്നും ഇത് കോടതി അധികം ഗൗരവത്തിലെടുക്കാൻ പല കാര്യങ്ങളും സാധ്യതയില്ലെന്നുമാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കോടതി കേസ് തിരികെ ഹൈക്കോടതിയിലേക്ക് വിടണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനാ ബെഞ്ചിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്ന കേസിൽ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിലേക്ക് തിരികെ വിടണമെന്നുള്ളൊരു ചോദ്യവും കൂടി ചോദിച്ചിട്ടുണ്ട്. മതപരമായ ആചാരങ്ങളിൽ സർക്കാർ ഇടപെടുന്നതിന് പരിധിയുണ്ട് എന്ന തരത്തിലൊക്കെ അത് പറയപ്പെടുന്നുണ്ട് അല്ലേ? മതപരമായ കാര്യങ്ങളിൽ സർക്കാർ ഇടപെടുന്നത്, കാരണം നമ്മുടേത് മതേതരമാണെങ്കിലും നമ്മളുടെ മതേതരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം ഇല്ലാത്തത് എന്നല്ല, അതായത് നമ്മൾ എല്ലാ മതങ്ങളെയും കൂട്ടി ഇണക്കി കൊണ്ടുപോകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കുള്ള അത് സംസ്കാരമാണ്. അങ്ങനെയാണ് ഭാരതീയമായ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, കാരണം ഭാരതത്തിലേക്ക് വന്നതാണ് എല്ലാ മതങ്ങളും. ആ മതങ്ങൾ ഇന്ന് നിലനിൽക്കുന്നതിന് കാരണം ഭാരതത്തിന്റെ എല്ലാത്തിനോടുമുള്ള സ്വീകാര്യതയാണ്. ആ സ്വീകാര്യത ഇന്ന് നിലനിൽക്കുന്നു. നമ്മുടെ സംസ്കാരം അതായതുകൊണ്ട്, സ്വഭാവം അതായതുകൊണ്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും അതേ സ്വഭാവം ഇന്ന് നിലനിൽക്കുന്നത്. എല്ലാ മതങ്ങളെയും നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത്, സർക്കാർ അതിനെല്ലാം സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു കാര്യത്തിൽ പ്രസക്തി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല സർക്കാർ മതാചാരത്തിൽ ഇടപെടും. കാരണം സർക്കാർ കൃത്യമായി മതത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയെല്ലാം പോകാമെന്നുള്ളതിനെ പറ്റിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. നമ്മളുണ്ടാക്കിയ സർക്കാർ, നമ്മളുണ്ടാക്കിയ നിയമം, നമ്മളുണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് സർക്കാർ ഇടപെടുന്നില്ല. എങ്കിൽ അങ്ങനെയുള്ള ഡിസ്പ്യൂട്ടുകൾ വരുമ്പോഴാണ് കോടതിയെ സമീപിക്കുന്നത്. എങ്കിലും ഈ ശബരിമലയുടെ കാര്യത്തിലോ അങ്ങനെ സംഭവിച്ചത്? ശബരിമലയിലെ യുവതികൾക്ക് പ്രവേശനം എന്നുള്ള വിധി വരികയും ആദ്യം സർക്കാർ അത് നടപ്പാക്കാൻ
നിർബന്ധപൂർവ്വം ശ്രമിക്കുകയും പിന്നീട് ജനവികാരം കണക്കിലെടുത്ത് അത് ഒഴിവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നത്? എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇത് സവിശേഷമായ ഒരു സാഹചര്യമാണ്. ഇപ്പൊ വഖഫിന്റെ കാര്യത്തിനകത്ത് വരുമ്പോഴത്തേക്ക് അവിടെ മതസ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത് വളരെ ഹീനമായ കാര്യമാവുകയും ശബരിമലയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും അത് നവോത്ഥാനമാവുകയും ചെയ്യുന്ന ഒരു മാജിക്ക്, അത് വേറെങ്ങും സംഭവിക്കാത്ത ഒരു മാജിക്ക് കേരളത്തിൽ സംഭവിക്കാറുണ്ട്. അവിടെ ഈ മതേതരത്വം എന്ന് പറയുന്നത് അങ്ങ് വല്ലാതെ ലിബറലായി പോകും, നവോത്ഥാനത്തിലേക്ക് പോകും. ഇവിടെ വരുമ്പോഴത്തേക്കും അയ്യോ അത് മതത്തിന്റെ കാര്യമാണ്, നമ്മൾ അതിൻ്റെ അകത്ത് ഇടപെടാൻ പോകരുത്, അത് സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് വരും. പക്ഷെ ഇവിടെ ഞാൻ കൃത്യമായിട്ട് അതിനെപ്പറ്റി എടുക്കുന്ന നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വഖഫ് ചെയ്യപ്പെട്ട ഭൂമി എന്ന് പറയുന്നതിനകത്തുള്ള ഡിസ്പ്യൂട്ടുകളിലാണ് സർക്കാർ ഇടപെട്ടിരിക്കുന്നത്. അല്ലാതെ മതപരമായ എനിക്ക് വഖഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു തടസ്സവുമില്ല. ആർക്ക് ഒരു ഇസ്ലാം മത വിശ്വാസി അയാളുടെ ഭൂമി വഖഫ് ഭൂമിയായിട്ട് ദാനം ചെയ്യുന്നു, ഇവിടെ തടസ്സമില്ല, യാതൊരു പ്രശ്നം. പക്ഷെ ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കാനായിട്ട് കോടതികൾക്കും നിയമനിർമ്മാണവും ഒക്കെ നടത്തിയേ പറ്റുള്ളൂ, അത് സർക്കാർ നടത്തിയേ പറ്റുള്ളൂ, അതിൽ യാതൊരു സംശയമില്ല. അത് നടപ്പിലാക്കുകയും ചെയ്യും. അത് എനിക്ക് തോന്നുന്നത് സുപ്രീം കോടതി ഈ കാര്യത്തിനകത്ത് ഈ നിയമത്തെ റദ്ദ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അപ്പൊ നമ്മുടെ സിവിൽ റൈറ്റ് ആണത്, ഒരാളുടെ സിവിൽ റൈറ്റ് ആണ്. അതായത് ഇപ്പോൾ സ്വത്തുപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് കോടതി എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന കാര്യമാണ്. അത് ഈ രേഖകളില്ലാതെ ഒരു ഭൂമി മറ്റൊരാളുടേതാണെന്ന് വാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ബേസിക്. ഞാൻ ഒരു നിയമവിദഗ്ധനായിട്ടല്ലെങ്കിൽ പോലും അങ്ങനെ അല്ല ഞാൻ. എന്നിട്ട് പോലും നമ്മുടെ മിനിമം ലോജിക്കിൽ നിന്നുകൊണ്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ അത്. രേഖകൾ പോലും ഇല്ല, ഒരാളുടെ സമ്മതം ഉണ്ടോ എന്നുള്ളതിൽ അവ്യക്തത നിലനിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സ്വത്ത് മറ്റൊരാളുടേതായി മാറുന്നത്? അതാണ് ഇപ്പൊ ഞാൻ വന്ന് പ്രിയന്റെ ഭൂമി എന്റേതാണെന്ന് പറഞ്ഞാൽ അതിന് തെളിവ് എൻ്റെ കയ്യിലില്ല. പ്രിയൻ്റെ കയ്യിൽ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട് നിങ്ങളുടേതാണെന്നുള്ള. പക്ഷേ എന്നാലും ഇത് വഖഫ് ട്രിബ്യൂണലേ ഇത് പരിഗണിക്കത്തുള്ളൂ. ഇങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യാൻ? അതിൽ മറ്റൊരു സംസ്ഥാനം, എനിക്ക് തോന്നുന്നു ഏതോ സംസ്ഥാനത്ത് ഈ കോർപ്പറേഷൻ നിന്ന സ്ഥലം പോലും വഖഫിന്റെ ആന്ന് പറഞ്ഞാൽ അത് വഖഫ് അത് കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വലിയ ഡിസ്പ്യൂട്ടാണ്. അപ്പൊ ഇത് നിയമപരമായിട്ടുള്ള പ്രശ്നമാണ്. അതെ, ആ നിയമപരമായിട്ടുള്ള പ്രശ്നത്തിനെ പരിഹരിക്കാൻ ആ നിയമപരമായിട്ടുള്ള രീതിയിൽ തന്നെ പോകണം. അതിന് ജുഡീഷ്യൽ സംവിധാനം ഇവിടെ ഉണ്ട്. ഈ നിയമത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധത ഇല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധത ഉണ്ടെങ്കിൽ അതിനെ ഒരിക്കലും സുപ്രീം കോടതി പിന്തുണയ്ക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഇവിടില്ല. കാരണം മതപരമായ കാര്യത്തിൽ എങ്ങും ഇടപെട്ടിട്ടില്ല. ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ട ഇല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനകത്താണ് ഇടപെട്ടിരിക്കുന്നത്. ഇത് ആരുടെയെങ്കിലും മതവിശ്വാസം ഹനിക്കുന്നുണ്ടോ, ഏതെങ്കിലും ഒരു മതത്തിന് നിരോധനം ഏർപ്പെടുത്തുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെ ആചാരം തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഒരാളുടെ ഭൂമി നഷ്ടമാകരുത്, അത്രയേ ഉള്ളൂ. ഒരാളുടെ സ്വത്ത് നഷ്ടമാകരുത്. ബാക്കിയുള്ളവർക്കെല്ലാം ചെയ്യാം. വഖഫ് നൽകാം. ഇവിടെ വഖഫ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ദാനം കൊടുക്കുന്നതിനോ ഒന്നും ഒരു എതിർപ്പും ഇല്ല. അപ്പൊ ഈ നിയമത്തിന്റെ സാധുതയല്ല ഇവിടെ മത താല്പര്യങ്ങൾ ഇല്ലെങ്കിൽ വളച്ചൊടിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. അതിൽ സുപ്രീം കോടതി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ഈ ഒരു കൂട്ടം ഹർജികളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സഞ്ജീവ് ഖന്നയാണ് പരിഗണിച്ചിരിക്കുന്നത്. പി വി സഞ്ജയ് കുമാർ, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയിട്ടുള്ള 3 അംഗ ബെഞ്ചാണ് ഇത് പരിഗണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെയാണ് ഈ ഹർജികൾ കൊടുത്തിരിക്കുന്നതെന്നൊന്ന് ഞാൻ വായിക്കാം. അതായത് മുസ്ലിം ലീഗ്, CPI, DMK, നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രികഴകം, YSR കോൺഗ്രസ്, സമസ്ത കേരള ജയമത്തുൽ ഉലമ, അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, ജമിയത്തുൽ ഉലമ ഐ ഹിന്ദ്, തൃണമൂൽ MP മഹുവ മൊയ്ത്ര, കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദ്, MIM നേതാവ് അസദുദ്ദീൻ OIC, RJD AAP നേതാവ് അമാനത്തുള്ള ഖാൻ, അസോസിയേഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ സിവിൽ റൈറ്റ്സ്, മൗലാന അർഷദ് മാദനി, അഞ്ജും ഖത്രി, തയ്യിബ് ഖാൻ, സാൽമനി, മുഹമ്മദ് ഷാഫി, മുഹമ്മദ് ഫസലുർ റഹീം തുടങ്ങിയവരാണ് ഈ ഒരു കൂട്ടം ഹർജിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹർജികളൊക്കെ കൊടുത്തിരിക്കുന്നതിൽ കൃത്യമായി നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയും ഇവരുടെ താല്പര്യം എന്തായിരിക്കും എന്നുള്ളത്. ഒരു തരത്തിലുള്ള ഒരു സിവിൽ ഡിസ്പ്യൂട്ടിനെ പറ്റിയാണെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയുള്ള തർക്കമാണെങ്കിൽ അത് വ്യക്തമാക്കാനായിട്ട് കോടതികൾക്ക് കൃത്യമായിട്ട് കഴിയും. ഏത് തരത്തിലുള്ള നിയമത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ പാലിച്ചുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ അതല്ല, രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുള്ള സങ്കുചിത താല്പര്യങ്ങളാണെങ്കിൽ അതും കോടതിക്ക് അറിയാൻ പറ്റും. കാരണം ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് അത്രയേറെ കറകളഞ്ഞ ഒരു സംവിധാനമാണ്. അത് എവിടെയെങ്കിലുമൊക്കെ കളയുണ്ടാവും, എവിടെയെങ്കിലും ഒരു അറ്റത്തൊരു കളയുണ്ടാവും. അങ്ങനെ കൃത്യമായിട്ട് നീക്കം ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. കാരണം ഇത് വലിയ ഡെമോക്രസിയാണ്. ഈ ഡെമോക്രസിയുടെയും ഈ പറയുന്ന സംവിധാനത്തിൻ്റെ, ഈ രാഷ്ട്രത്തിൻ്റെ, അതിൻ്റെ സംസ്കാരത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ജുഡീഷ്യൽ സിസ്റ്റമാണ്. അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
ഈ കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പായാലും അതിന് ശേഷമായാലും മനോഹരമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എത്തിയതോടുകൂടി അതിന്റെ മഹത്വം ഇരട്ടിയായിട്ട് വർദ്ധിച്ചു വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വഖഫിനോട് ചേർന്ന് വരുന്ന ഇത്തരം വാദങ്ങൾക്കൊന്നും യാതൊരു വിലയുണ്ടാവില്ല. കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുപോകുന്ന എല്ലാവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന, അതെ, എല്ലാവരുടെ അവകാശത്തെ സംരക്ഷിക്കുന്ന. മമത പറഞ്ഞതുപോലെ ഇതിനെ കാണാൻ പറ്റും. വഖഫ് ഇവിടെ നടപ്പാക്കില്ലെന്ന് പറഞ്ഞതുപോലെ അതൊരു ജൽപ്പനമായിട്ട് അത്രേ ഉള്ളൂ. കാരണം എല്ലാവരുടെ ആരുടെയും മതവിശ്വാസത്തെ ഹനിക്കുന്നില്ല, പക്ഷേ ഒരാളുടെ സിവിൽ റൈറ്റിനെ ഇവിടെ ഹനിക്കാൻ അനുവദിക്കില്ല. ഇതാണ് ഇതിന്റെ ഏറ്റവും സാരാംശമായിട്ടുള്ള കാര്യം. ഏറ്റവും സാരാംശം അതാണ്.